കഴിഞ്ഞ ദിവസം തമിഴിലെ സംവിധായകനും നടനുമൊക്കെയായ പാർത്ഥിപൻ ഞാൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക് ഒരാളെ അയച്ചതും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ എന്നോട് ആവശ്യപ്പെട്ടതും അതിൻ്റെ കഥ പറയാൻ വേണ്ടി പാർത്ഥിപൻ എൻ്റെ മുറിയിലേക്ക് വരാമെന്ന് പറഞ്ഞതും അത് അങ്ങനെ അദ്ദേഹം പറഞ്ഞപ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ഞാൻ പാർത്ഥിപനെ എവിടെയാണ് ഉള്ളതെന്ന് വെച്ചാൽ അങ്ങോട്ട് ചെന്ന് കണ്ട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞതുമാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന് ഘടകവിരുദ്ധമായിട്ട് തന്നെ തമിഴിൽ നിന്ന് തന്നെ ചില അനുഭവങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട്. ഒരിക്കലൊരു സൂപ്പർ താരം തമിഴിലെ അദ്ദേഹത്തിൻ്റെ മാനേജറെ എൻ്റെ അടുത്തേക്ക് അയച്ചു. ആവശ്യം എന്ന് പറയുന്നത് ഈ സ്റ്റാറിന് അഭിനയിക്കാനൊരു തിരക്കഥ ഞാൻ എഴുതണം എന്ന് പറഞ്ഞാണ്. അപ്പോൾ മാനേജർ പറഞ്ഞു, അക്കാര്യം സംസാരിക്കാനായിട്ട് താങ്കൾ സ്റ്റാറിൻ്റെ വീട്ടിലേക്ക് ഒന്ന് ചെല്ലണം. അപ്പോൾ ഈ സ്റ്റാറിനെ എനിക്ക് നേരിട്ടിട്ട് പരിചയമില്ല, ഞങ്ങൾ സുഹൃത്തുക്കളുമല്ല. അപ്പോൾ ആ നിലയ്ക്ക് ഞാനൊന്ന് ചെറുതായിട്ട് മടിച്ചു. കാരണം അദ്ദേഹത്തിൻ്റെയാണ് ആവശ്യമെങ്കിൽ സ്വാഭാവികമായും അദ്ദേഹം, ഞാൻ എത്ര ചെറുതായ ആളാണെങ്കിൽ പോലും അദ്ദേഹം എൻ്റെ അടുത്ത് വരുന്നതാണല്ലോ അതിൻ്റെ രീതി എന്ന് ഞാൻ ചിന്തിച്ചു പോയി. അപ്പോൾ ഞാൻ വേറെ കാരണങ്ങളാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, അല്ല, എനിക്ക് തമിഴിൻ്റെ കൾച്ചറും കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഞാൻ തിരക്കഥ എഴുതിയാൽ ശരിയാവില്ല. അപ്പോൾ അയാൾ പറഞ്ഞു, അല്ല, അതൊക്കെ പുള്ളി പറയും, അതിനനുസരിച്ച് നിങ്ങൾ എഴുതി കൊടുത്താൽ മതി. നമ്മൾ എന്നാലും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു. എന്നാലും നിങ്ങൾ ഒരു ഡിസ്കഷന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കൊന്ന് ചെല്ലൂ, എല്ലാം അങ്ങോട്ട് ചെല്ലൂ എന്ന് മാത്രമേ ഉള്ളൂ. ഞാനപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ എന്തായാലും ഇല്ല, എനിക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞു. പിന്നീട് ഒരവസരത്തിൽ തമിഴിലെ ഒരു സൂപ്പർ സംവിധായകൻ ഒരാളെ എൻ്റെ അടുത്തേക്ക് അയക്കാണ്, മദ്രാശിയിൽ തന്നെ. അപ്പോൾ അയാളുടെ ആവശ്യം എന്ന് വെച്ചാൽ സൂപ്പർ സംവിധായകൻ്റെ കയ്യിൽ ഒരു കഥയുണ്ട്, ആ കഥയ്ക്ക് ഞാൻ തിരക്കഥ എഴുതണം. ആ സൂപ്പർ സംവിധായകനുമായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ ബന്ധമോ അടുപ്പമോ ഒന്നുമില്ല. അപ്പോൾ അദ്ദേഹം വലിയ സംവിധായകനായതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് പോയി ചെന്ന് കാണാവുന്നതാണ്. ഞാൻ ഈ പരിപാടിയിൽ ഒരു സ്ഥലത്ത് വെച്ച് ഞാൻ പറഞ്ഞിരുന്നു, ഡെത്ത് ഓഫ് ഈഗോയിസം ഈസ് ബിഗിനിങ് ഓഫ് ലൈഫ്. ആ ഒരു ചിന്തയുണ്ടെങ്കിൽ, അതായത് ഈഗോ എവിടെ അവസാനിക്കുന്നുവോ അവിടെ ജീവിതം ആരംഭിക്കും. ആ ചിന്തയുണ്ടെങ്കിൽ എനിക്ക് ആരെയും എവിടെയും ചെന്ന് കാണാവുന്നതാണ്, അതറിയാത്തതല്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആരോടും ഇവിടെ താൻ ഇങ്ങോട്ട് വാ, എന്നെ ഒന്ന് സഹായിക്ക് എന്ന് പറയാറില്ല. എൻ്റെ സഹായം അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കേണ്ടതുണ്ടെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് അങ്ങോട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്ന് പറയുന്നതാണ് സാമാന്യമായ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്റ്റ് നഷ്ടപ്പെടാത്ത രീതിയിലുള്ള ഒരു അവസ്ഥ എന്നും ഞാൻ മനസ്സിലാക്കി.